സംസ്ഥാനത്ത് ഇന്നലെയാണ് വീണ്ടും പേവിഷബാധയേറ്റ് ഒരു മരണം കൂടി സംഭവിച്ചത്. ആലപ്പുഴയിലാണ് +1 വിദ്യാർത്ഥിയായ ആൺകുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത്. ആലപ്പുഴ കരുമാടി കിഴക്കേമുറി പുഷ്പമംഗലം വീട്ടിൽ ശരത് കുമാറിന്റെ മകൻ സൂരജാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ബന്ധുവീട്ടിലെ നായയിൽ നിന്നും കഴുത്തിൽ പോറലേറ്റതാണ് വിഷബാധയേൽക്കാനുള്ള കാരണമെന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സൂരജിന്റെ പിതാവ്. വളർത്തുനായയിൽ നിന്നും കഴുത്തിൽ പോറലേറ്റെന്നൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നതാണ്. ജിമ്മിന് പോയപ്പോഴുണ്ടായ സ്ട്രെച്ചുകളാണ് കഴുത്തിലെ പാട്. വളർത്തുനായയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുത്തതാണ്. ആ നായ ഇപ്പോഴും ജീവനോടെയുണ്ട്. സൂരജിന് മറ്റ് നായ്ക്കളുമായും പൂച്ചകളുമായും ഒക്കെ സമ്പർക്കമുണ്ടായിരുന്നു. പേവിഷബാധയേറ്റത് വീടിനുള്ളിൽ നിന്നല്ല, തെരുവു നായ്ക്കളാണ് കാരണമെന്ന് സൂരജിന്റെ പിതാവ് തറപ്പിച്ചു പറയുകയാണ്. പക്ഷേ സൂരജിന് പേവിഷബാധയേറ്റതിന്റെ ഉറവിടം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. തകഴി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച സൂരജ്. ചൊവ്വാഴ്ചയാണ് കുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങിയത്. ജിംനേഷ്യത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ നടുവേദനയുണ്ടായി. തുടർന്ന് തകഴിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിറ്റേന്ന് പേവിഷബാധയുടെ ലക്ഷണം കണ്ടതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ബുധനാഴ്ച രാവിലെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ച കുട്ടിയെ പരിശോധനയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. പിന്നാലെയാണ് ഇന്നലെ സൂരജ് മരിക്കുന്നത്. ഉമിനീരും രക്തവും പരിശോധിച്ചതിൽ നിന്നാണ് സൂരജിന്റെ മരണകാരണം പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. പേവിഷബാധയേറ്റ് സൂരജ് കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് 4 കുഞ്ഞുങ്ങളടക്കം 7 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. മെയ് 5-ാം തീയതി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി കൊല്ലം പത്തനാപുരം വിളക്കുടി ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു. 3 ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റായിരുന്നു നിയയുടെ മരണം.